നമസ്കാരം പ്രിയമുള്ളവർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. ഒരു സമൂഹം സ്ത്രീയെ എങ്ങനെ ആദരിക്കുന്നു എന്നതിന് ഉദാഹരണമായി എടുക്കാവുന്നത് സ്ത്രീയുടെ അഭിമാനത്തിന്, അവളുടെ ആത്മാഭിമാനത്തിന് ആ സമൂഹം എത്രത്തോളം പ്രാധാന്യം നൽകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാൻ വിദേശത്തായ സമയത്ത് അവിടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ വന്ന മരണപ്പെട്ടു പോയ കൽപ്പനയുടെ ഒരഭിപ്രായം ഞാൻ കേൾക്കുന്നതിനിടയിൽ അവർ പറഞ്ഞത് അറേബ്യൻ നാടുകളിലേക്ക് വികസനത്തിന് കാരണം അവർ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഉന്നതമായ ബഹുമാനമാണ്, സ്ത്രീകളോട് അവർ കാണിക്കുന്ന ബഹുമാനമാണ്. പ്രത്യേകിച്ചും അവർ ആ പര്യടനത്തിൻ്റെ സമയത്ത് അറേബ്യൻ രാജ്യങ്ങളിലെ എയർപോർട്ടുകളിലൊക്കെ എത്തിയ സമയത്ത് അവർ ആ സ്ത്രീകൾക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് എന്നതാണ് അവരുടെ ആ വാക്കുകൾക്ക് നിദാനം. അതുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ ഇപ്പോൾ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ അത് കിട്ടുമായിരിക്കും. അപ്പോൾ ഈ അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ ജീവിച്ച ആളുകൾക്കറിയാം അവിടെ സ്ത്രീകളെ എത്രത്തോളം റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നത്. അവർക്കെതിരെയുള്ള അതിക്രമങ്ങളെ അവരെങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന്. ഒന്ന് കടന്നു പിടിക്കുവാൻ പോയിട്ട് വാക്കുകൊണ്ടെങ്കിലും അവരുടെ സ്ത്രീത്വത്തെ, അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചുവാൽ അവിടെ കിട്ടുന്ന ശിക്ഷ വളരെ വലുതായിരിക്കും. ഒരുപക്ഷെ പുറം ലോകം പോലും കാണില്ല. പിന്നെയാണ് റേപ്പ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ മരണമാണ് അവിടെ ശിക്ഷ. റേപ്പ് അറ്റംപ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ വലിയ ശിക്ഷയാണ്. അതുപോലെ പൊതു ഇടങ്ങളിൽ അവർക്ക് കിട്ടുന്ന പരിരക്ഷ വളരെ വലുതാണ്. ഇപ്പോൾ ഞാൻ ദീർഘകാലം പ്രവാസിയായിരുന്ന ഒരാളാണ്. പ്രവാസ ജീവിതം അവസാനിച്ചിട്ട് കുറച്ച് നാളുകളെ ആകുന്നുള്ളൂ. എൻ്റെ ഭാര്യ അവിടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥയായിരുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ അവരോടൊക്കെ അവരുടെ ഓഫീസിൽ പോകുമ്പോൾ അവിടുത്തെ ലോക്കൽ നല്ല പദവികൾ വഹിക്കുന്ന അവിടുത്തെ ഉന്നത കുലജാതരായ അറബികൾ എൻ്റെ വൈഫിനോട് പുലർത്തിയിരുന്ന റെസ്പെക്റ്റും അതുവഴി എനിക്ക് കിട്ടിയിരുന്ന ഒരു പരിഗണനയുമൊക്കെ ഞാനിവിടെ ഓർമ്മിക്കുകയാണ്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന രീതിയിലുള്ള ഒരു കമൻറ്റുകളും അത്തരം സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്കുണ്ടാകുന്നില്ല. കാരണം എൻ്റെ വിലയിരുത്തൽ അത് അവരുടെ വിശ്വാസമാണ്, അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, അവർ വിശ്വസിക്കുന്ന ഒരു മതസംഹിതയുടെ ഭാഗമാണ്. അങ്ങനെ ഒരു വിലയിരുത്തൽ വേണം സ്ത്രീ സ്വാതന്ത്ര്യത്തെ നിഷ്പക്ഷിക്കുവാൻ എന്നാണ് എൻ്റെ വിചാരം. അല്ലാതെ ഏതെങ്കിലും ബിക്കിനി ഇട്ട് ചാടുന്നതാണ് സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. കാരണം വസ്ത്രത്തിലാണ് സ്ത്രീ സ്വാതന്ത്ര്യം ഇരിക്കുന്നത് എന്നാണ് നമ്മുടെ മിക്ക യൂട്യൂബർമാരുടെയും ഒക്കെ ചർച്ച. വസ്ത്രം ഒന്ന് ബിക്കിനിയോ അല്ലെങ്കിൽ ഒരു ബ്രായോ ഒക്കെ ഇട്ട് നിന്നാൽ അത് സ്ത്രീ സ്വാതന്ത്ര്യമായി എന്ന് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണിത്. ഞാനീ പറഞ്ഞു വരുന്നത് ഈ 1-2 ദിവസമായി നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളുമൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ മത പണ്ഡിതന്മാർ, പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിലെ മതപണ്ഡിതന്മാർ ആ സമുദായത്തിന് ചിലപ്പോഴൊക്കെ ബാധ്യതയാകുന്നില്ലേ എന്നെനിക്ക് തോന്നാറുണ്ട്. പ്രത്യേകിച്ചും ആ സമൂഹത്തിലെ സ്ത്രീകൾ ചാക്കുകെട്ടിനുള്ളിൽ തളച്ചിടപ്പെട്ടവരാണ് എന്ന് വരുത്തി തീർക്കുവാൻ ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്ന സമയത്ത് മതപണ്ഡിതന്മാരുടെ വാക്കുകൾ വളരെ പക്വത പൂർണ്ണമായിരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അവർക്ക് അവരുടെ സമൂഹത്തോട്, അവരുടെ സമുദായത്തോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾ അനുസരിച്ച് മിതമാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഉണ്ടായാൽ ജനം ടി വിയെ പോലെയുള്ള, അനിൽ നമ്പ്യാരെ പോലുള്ള ആളുകൾ ജാമിദിയെ വിളിക്കും, ഹാർപ്പിക് ഹുസൈനെ വിളിക്കും, അതുപോലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു ചേച്ചിയെ വിളിക്കും, പിന്നെ RV ബാബുവിനെ വിളിക്കും. അവരെല്ലാവരും കൂടി ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്ത് ഇസ്ലാം ഏതോ വലിയ സ്ത്രീ വിരുദ്ധമായ ഒരു ഇരുണ്ട കാലഘട്ടത്തെ പ്രതിദാനം ചെയ്യുന്ന തത്വസംഹിതയാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമം നടക്കും. ഞാൻ പറഞ്ഞത്, ഒരു സമൂഹത്തിൽ സ്ത്രീ പരിഗണിക്കപ്പെടുന്നുവോ, അവൾ സുരക്ഷിതയാണോ എന്ന് നോക്കുന്നത് അവളുടെ അഭിമാനത്തിന്, അവളുടെ ആത്മാഭിമാനത്തിന്, അവളുടെ മാനത്തിന് ആ സമൂഹം നൽകുന്ന വിലയുടെ അടിസ്ഥാനത്തിലാണ്. ഞാനിപ്പോഴും ആ വാക്കിൽ ഉറച്ചു നിൽക്കുന്നു. അല്ലാതെ ജമ്പറും ജെട്ടിയും ഇട്ട് പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന അവകാശത്തിൻ്റെ പേരിലല്ല എന്ന അഭിപ്രായത്തിൽ ഞാനിപ്പോൾ ഉറച്ചു നിൽക്കുന്നു. കാരണം നമ്മുടെ ചർച്ചകളൊക്കെ അങ്ങനെ വഴിതിരിച്ചു വിടപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ചും ഇസ്ലാം ആവിർഭവിച്ച അല്ലെങ്കിൽ ഇസ്ലാമിക സംസ്കാരം നിലനിൽക്കുന്ന രാജ്യങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് കിട്ടുന്ന ഒരു
സംരക്ഷണവും അവർക്ക് കിട്ടുന്ന സുരക്ഷിതത്വമൊക്കെ ആ രാജ്യങ്ങളിൽ ജീവിച്ച എല്ലാ ജാതി മതത്തിലും പെട്ട ആളുകൾ അനുഭവിച്ചറിഞ്ഞ പരമസത്യമാണ്. ഞാൻ ഈ കൽപ്പനയുടെയൊക്കെ വാക്കുകൾ കോട്ട് ചെയ്യുന്നത് അത് ഒന്ന് ഉറപ്പിക്കുവാൻ വേണ്ടിയാണ്. നമ്മുടെ സ്ത്രീകൾക്കൊരു പ്രത്യേകതയുണ്ട്. ആത്മാഭിമാനമുള്ള സ്ത്രീകൾ അവളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുവാൻ ശ്രമിക്കുന്ന, ഒരു വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ക്ഷതമുണ്ടാക്കുവാൻ ശ്രമിക്കുന്ന ഒരാളുടെ സാന്നിധ്യം പോലും ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇത്തരം രാജ്യങ്ങളിൽ സ്ത്രീകൾക്ക് വളരെ വലിയ പരിഗണന ലഭിക്കുന്നു എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മുടെ പണ്ഡിതന്മാരുടെ വാക്കുകളിൽ കൂടി പുറപ്പെടുന്ന ചില ദുഷ്ട സന്ദേശങ്ങൾ അത് സമൂഹം തെറ്റിദ്ധരിപ്പിക്കുന്നതിന് കാരണമാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും ഈ അടുത്ത കാലത്ത് നബീസുമ്മ എന്ന് പറയുന്ന വളരെ നിഷ്കളങ്കയായ, വളരെ ചെറുപ്പത്തിൽ വിധവയായ സ്ത്രീ, ഏകദേശം 25 വർഷത്തോളമായി അവർക്ക് ഹസ്ബൻഡ് നഷ്ടപ്പെട്ടിട്ട് അവർ മക്കളോടൊപ്പം മണാലിയിലോ കുളുവിലോ ഒന്ന് പോയി അവരുടെ ഒന്ന് ആസ്വദിക്കുന്നതിനിടയിൽ അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയ ഒരു പഴയ കാലഘട്ടം അവർക്ക് മക്കളിലൂടെ, അതുപോലെ ചെറുമക്കളിലൂടെയൊക്കെ തിരിച്ചു കിട്ടുമ്പോൾ അവരുടെ നൈസർഗികമായ, അവരുടെ നിഷ്കളങ്കമായ ആഹ്ലാദം എങ്ങനെയോ പ്രകടിപ്പിച്ചു. അവർ ഖദീജുമ്മ എന്തൊക്കെയോ പറഞ്ഞ് തുളുവിൽ വരൂ, മണാലിയിൽ വരൂ, നിങ്ങൾ ആസ്വദിക്കൂ എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ അവരുടെ കുടുംബാംഗങ്ങളാരോ എടുത്തു. അതെങ്ങനെയോ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായി. അപ്പോൾ അതിനോടനുബന്ധിച്ച് 2 ദിവസങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു സക്കാഫ് ചെയ്ത വീഡിയോ ഏൽപ്പിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. കാരണം ഒരു സ്ത്രീ അവരുടെ നിഷ്കളങ്കമായ സന്തോഷം പ്രകടിപ്പിച്ചതിനെ ഇത്ര ക്രൂരമായി വിമർശിക്കേണ്ട ഒരു കാര്യം ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ഇസ്ലാമിക ചരിത്രത്തിലും അതുപോലുള്ള ചരിത്രങ്ങളിലുമൊക്കെ യുദ്ധരംഗങ്ങളിൽ നേരിട്ട് പങ്കെടുത്ത ചരിത്രങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഐഷ പറ്റിയൊക്കെ, പ്രവാചകൻ്റെ പത്നിയത്തെ പറ്റിയ പോലെ അങ്ങനെ പറയുന്നുണ്ട്, യുദ്ധരംഗങ്ങളിൽ അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ രംഗങ്ങളിലും സ്ത്രീകൾക്ക് സാന്നിധ്യവും അവകാശവും നൽകുന്ന ഒരു പ്രത്യശാസ്ത്രത്തെ വാക്കുകൾ കൊണ്ട് പൊതുജന മധ്യത്തിൽ അവഹേളിക്കുന്ന ശ്രമങ്ങളിൽ നിന്ന് പണ്ഡിതന്മാർ മാറി നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മിക്കപ്പോഴും ഈ പണ്ഡിതന്മാരുടെ ചില അഭിപ്രായങ്ങളൊക്കെ വലിയ ചർച്ചയാകുന്നുണ്ട് എന്നാണ് ഏറ്റവും വലിയ പ്രാധാന്യം. അതെടുത്ത് സോഷ്യൽ മീഡിയയിലും അതുപോലുള്ള ഇടങ്ങളിലുമൊക്കെ ചർച്ച ചെയ്ത് വികലമാക്കുവാൻ ഒരുപാട് ആളുകൾ ഉണ്ട് എന്നത് ഒരു കാരണമാണ്. അത് ഇപ്പോൾ പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളുടെ ഇടയിൽ തന്നെ ഇങ്ങനെ ഒരു ധാരണ ഉണ്ടാകുന്നതിന് കാരണമാകും തങ്ങളുടെ മതത്തിൽ സ്വാതന്ത്ര്യം കുറവാണോ എന്നൊരു തോന്നലുണ്ടാകുകയും ചെയ്യും. അങ്ങനെ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി ചേർന്നാൽ അതിനൊക്കെ ഉത്തരവാദിത്വം നമ്മുടെ പണ്ഡിതന്മാർ പറയേണ്ട ഒരു കാലഘട്ടം നാളെ ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇത്തരം ചർച്ചകൾക്ക്, വിഷയങ്ങൾക്ക് ഒക്കെ ഒരു മിതത്വം, കാരണം നേരത്തെയൊക്കെ ഈ മതപണ്ഡിതന്മാർ പറയുന്നത് ഒരു പ്രത്യേക സ്ഥലത്ത് സ്റ്റേജ് കെട്ടി വാതിലായി ആ പ്രദേശങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നു. ഇപ്പോൾ അതല്ല. ഇപ്പോൾ ഓരോ പ്രസംഗങ്ങളും സോഷ്യൽ മീഡിയയിൽ തരംഗമാകുകയും അത് സമൂഹം ചർച്ച ചെയ്യുകയും ചെയ്യാറുണ്ട് എന്നത് ഏറ്റവും വലിയ വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ വാക്കുകളിൽ മിതത്വം പാലിക്കുക എന്നതും ഒരു സംഗതിയാണ്. മറ്റേ ഒന്നുകൂടി പറഞ്ഞിട്ടുള്ളട്ടെ, എല്ലാ സമുദായത്തിലും എന്നതുപോലെ മുസ്ലിം സമുദായത്തിനകത്തും വിവിധ സംഘടനകളും വിവിധ അഭിപ്രായങ്ങളുമുണ്ട്. ഇപ്പോൾ ഈ അഭിപ്രായം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഉസ്താദിൻ്റെ സംഘടന സ്ത്രീകൾ പൊതുരംഗത്ത് വരുന്നതിന് ചില ഘട്ടങ്ങളിലൊക്കെ വിമുഖത കാണിക്കുന്നുണ്ടെങ്കിൽ മറ്റു ചില സംഘടനകളുണ്ട്, ജമാഅത്തും മുജാഹിദ്, അങ്ങനെ ഒരുപാട് സംഘടനകളുണ്ട്. അവരുടെയൊക്കെ വനിതാ പ്രവർത്തകർ സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ വ്യാപൃതരാണ് എന്നത് വളരെ നിഷ്പക്ഷമായി നിങ്ങൾ വീക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രത്യേകിച്ചും ഈ അടുത്ത സമയത്ത് പൗരത്വ ഭേദഗതി കരാറുമായി ബന്ധപ്പെട്ട് സമരമുഖങ്ങളിലൊക്കെ ഈ തട്ടം ധരിച്ച സ്ത്രീകൾ ഒക്കെ വളരെ സജീവമായി രംഗത്തുണ്ടായിരുന്നു എന്ന ഒരു സത്യം കൂടിയുണ്ട്. അപ്പോൾ ആ സമുദായത്തിൽ എങ്ങനെ സ്ത്രീകളെ അടിച്ചമർത്തുന്നു എന്ന് പറയുന്നതിനോടൊന്നും വലിയ യോജിപ്പില്ല. പ്രത്യേകിച്ചും ഈ അടുത്ത ദിവസങ്ങളിലാണ് 19 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി മലപ്പുറത്ത് നിന്ന് തന്നെ വിമാനം പറത്തി ലോകത്തിൻ്റെ ജനശ്രദ്ധ ആകർഷിച്ചത്. അപ്പോൾ അത്തരം അടിച്ചമർത്തലുകളൊന്നും എവിടെയും നടക്കുന്നില്ല. പക്ഷെ അങ്ങനെ ഉണ്ട് എന്ന് വരുത്തുവാൻ ചില ഇടങ്ങൾ ശ്രമിക്കുന്ന അവസരത്തിൽ നമ്മുടെ പൊതുസമൂഹത്തിൽ തെറ്റിദ്ധാരണ ഉണർത്തുന്ന പ്രസ്താവനകളിൽ നിന്ന് മതപണ്ഡിതന്മാർ വിട്ടുനിൽക്കണം എന്നാണ് പറയാനുള്ളത്. പ്രത്യേകിച്ചും പക്വത പ്രകടിപ്പിക്കണമെന്നാണ്. ഈ അടുത്ത സമയങ്ങളിലൊക്കെ മിക്ക സ്ഥലങ്ങളിലും പണ്ഡിതന്മാരുടെ ചില പ്രസ്താവനകൾ അവരുടെ സമൂഹത്തെ പ്രതിസന്ധിയിലാക്കുന്നു എന്നത് വളരെ വലിയ വാസ്തവമാണ്. പ്രത്യേകിച്ചും ഈ അരവട്ടന്മാരായ ബുദ്ധിജീവികൾക്ക് എടുത്തു പ്രയോഗിക്കുവാൻ അസ്ത്രം കൊടുക്കുന്ന രീതിയിൽ, ആയുധം കൊടുക്കുന്ന രീതിയിൽ അത് മാറിപ്പോകുന്നു എന്നൊരു യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതുണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പ്രത്യേകിച്ചും ഈ സംഘടനകളുടെ, ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് സംഘടനകളുണ്ട്, ആ സംഘടനകളുടെ നേതാക്കന്മാർ
അവരുടെ പ്രസ്താവനകൾ ഇറക്കുവാനുള്ള അധികാരം പരിമിതപ്പെടുത്തണം. എല്ലാ ആളുകൾക്കും ഇങ്ങനെ പ്രസംഗിച്ച് പോകുവാനുള്ളൊരു അധികാരം പറയാതിരിക്കുക മതത്തിൻ്റെ കാര്യങ്ങളിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ചും ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജീവിച്ച ആളുകൾക്കറിയാം, അവിടെ കുത്തുബ പ്രസംഗത്തിൽ പോലും ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം എല്ലാം ഇങ്ങനെ വായിൽ തോന്നിയതുപോലെ വിളിച്ചു പറയാൻ പറ്റത്തില്ല. ഗവൺമെൻറ് എന്ത് പറയുന്നു, സർക്കാർ എന്ത് പറയുന്നു, അതിനനുസരിച്ച് മാത്രമായിരിക്കണം ഈ കുത്തുബ പ്രസംഗങ്ങളും അതുപോലെയുള്ള മതപ്രസംഗ പരിപാടികൾ. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല, എന്തും വിളിച്ചു പറയാം എന്നൊരവസ്ഥയിൽ വന്നിരിക്കുന്നു. അത് സമൂഹത്തിനും സമുദായത്തിനുമൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നല്ലതല്ല, വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ ഈ സംസാരിക്കാവുന്ന സബ്ജക്റ്റുകളെക്കുറിച്ച് ഈ മതസംഘടനകളുടെയൊക്കെ നേതാക്കന്മാർ അവരുടെ അണികളായ ഈ മുസ്ലിയാക്കന്മാർക്ക് നിർദ്ദേശം നൽകണം എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ സമുദായം ഇനിയും തെറ്റിദ്ധരിപ്പിക്കുവാൻ സാധ്യതയുണ്ട്. ഈ ജനം TV പോലുള്ള ചാനലുകൾ ഹാർപ്പിക് ഹുസൈനെയും ജാമിദയെയും ഒക്കെ വിളിച്ച് ഇത്തരം സബ്ജക്റ്റുകൾ ചർച്ച ചെയ്യുവാനും സാധ്യതയുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു സമൂഹത്തിൽ സ്ത്രീ എത്രത്തോളം പരിഗണിക്കപ്പെടുന്നു എന്നത് അവളുടെ മാനത്തിന് ആ സമൂഹം എത്രത്തോളം റെസ്പെക്റ്റ് കൊടുക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഉദാഹരണം തന്നെ എടുക്കാം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് ക്രൂരമായി കൊന്ന ഗോവിന്ദൻ ചാമി, അയാൾക്ക് ശിക്ഷ എന്താണ് നമ്മുടെ നാട്ടിൽ നൽകിയത്? അയാൾ ഇപ്പോഴും ചിക്കൻ ബിരിയാണിയെ കഴിച്ച് വളരെ സുഭിക്ഷമായി ഇരിക്കുകയായിരുന്നു. പക്ഷേ വേറൊരു നിയമസംഹിതയായിരുന്നുവെങ്കിൽ അയാൾ അവിടെ വ്യക്തമായി ശിക്ഷിക്കപ്പെടുമായിരുന്നു. അയാളുടെ ശിക്ഷ സമൂഹത്തിന് മാതൃകയാവുകയും ചെയ്യുമായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഇസ്ലാമിക കൺസെപ്റ്റ് അനുസരിച്ച് സ്ത്രീകൾക്ക് അവരുടെ മാനത്തിന് വില കൽപ്പിക്കുകയും അവരുടെ മാനത്തിനെതിരുള്ള അതിക്രമങ്ങൾക്ക് ശക്തമായ നിയമവ്യവസ്ഥ ഉണ്ടാകുകയും ചെയ്യുന്നു. ആ രീതിയിൽ ഇസ്ലാമിക നിയമസംഹിതയിൽ സ്ത്രീകൾ ബഹുമാനിക്കപ്പെടുന്നു എന്നു തന്നെയാണ് സത്യവും യാഥാർത്ഥ്യവും. തൽക്കാലം ഈ വീഡിയോയുമായിട്ട് വാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.